ഗാന്ധിജിക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്നതിനെക്കുറിച്ചുള്ള പല തട്ടിലുള്ള ആലോചനകളാണ് ഈ 5 ദിവസമായിട്ട് ഇവിടെ നടക്കുന്നത്. അതിലാദ്യത്തെ 2 പ്രഭാഷണങ്ങളിൽ എന്തുകൊണ്ട് ഗാന്ധി എന്ന വിഷയത്തെ മുൻനിർത്തിയും ഗാന്ധി മുന്നോട്ട് വെച്ച പ്രതിരോധ മാർഗത്തിൻ്റെ സവിശേഷതകളെ മുൻനിർത്തിയും സച്ചിദാനന്ദൻ മാഷും ഡോക്ടർ TV മധുവും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വളരെ സൂക്ഷ്മമായ പല ആലോചനകൾ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി തുടർന്നു വരുന്ന 3 ദിവസങ്ങളിലായി ഗാന്ധി എങ്ങനെയാണ് ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടയെ ആഴത്തിൽ പ്രതിരോധിച്ചത് എന്നതിനെ സംബന്ധിക്കുന്ന 3 പ്രഭാഷണങ്ങളാണ് ഞാൻ നടത്തുന്നത്. ഈ 3 പ്രഭാഷണങ്ങളും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടയ്ക്കെതിരായ വളരെ ആഴമേറിയ ചില വിമർശനങ്ങൾ ഗാന്ധിയുടെ ദേശീയതാ സങ്കല്പത്തിലും ഗാന്ധിയിലുള്ള ആധുനികതയോടുള്ള സംവാദങ്ങളിലും അടങ്ങിയിട്ടുണ്ടെന്നും അതാണ് ഗാന്ധിജിയെ ഹിന്ദുത്വത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ വിമർശകനാക്കി മാറ്റിയത് എന്നുമുള്ള ഒരു വീക്ഷണം അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 3ാമത്തെ പ്രഭാഷണം മുഖ്യമായും ഗാന്ധി വധവും അതിന് പിന്നിലെ ഹൈന്ദവ വർഗീയതയുടെ ഗൂഢാലോചനകളെയും കേന്ദ്രീകരിച്ചാണ്. അങ്ങനെ പ്രത്യക്ഷമായി അതിനെ കേന്ദ്രീകരിച്ചായിരിക്കുമ്പോൾ തന്നെ ഇന്നും നാളെയും നടത്തുന്ന പ്രഭാഷണങ്ങളും വിശാലാർത്ഥത്തിൽ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടയോടുള്ള ഗാന്ധിയുടെ പലതരത്തിലുള്ള വിയോജിപ്പുകളെ, ആ വിയോജിപ്പിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഗാന്ധിജി ഹിന്ദുത്വത്തെ എതിർത്തത്, ഹൈന്ദവ വർഗീയതയെ എതിർത്തത് അതിൻ്റെ ഏറ്റവും പ്രകടമായ, അതിൻ്റെ അക്രമോത്സുകമായ ഒരു രാഷ്ട്രീയ സംഘാടനം എന്ന യുക്തിയെ മാത്രം മുൻനിർത്തിയല്ല. അത് മുമ്പോട്ട് വെച്ച മനുഷ്യസങ്കല്പം, അത് മുമ്പോട്ട് വെച്ച രാഷ്ട്രദർശനം, അതിൻ്റെ പ്രകൃതി വീക്ഷണം, അതിൻ്റെ മതദർശനം, അതിൻ്റെ ദൈവഭാവന, ഇങ്ങനെ സമസ്ത തലങ്ങളിലും ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടയോട് സമ്പൂർണമായി എതിരിട്ട് നിന്ന ഒരാളായിരുന്നു ഗാന്ധിജി. ഈ എതിരിട്ട് നിൽക്കലാണ് ഒരുപക്ഷെ നമ്മുടെ കാലത്ത് ഗാന്ധിജിയെ അനിവാര്യമായ നിലയിലും പ്രസക്തനാക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നിർഭാഗ്യവശാൽ ഗാന്ധിജിയുടെ ഈ എതിരിട്ട് നിൽക്കലിൻ്റെ ഏറ്റവും പ്രകടമായ ചില തലങ്ങളെ മാത്രമാണ് നമ്മൾ ഏറിയ പങ്കും പരിശോധിക്കാറ്. അദ്ദേഹത്തെ ഗോഡ്സെ വെടിവെച്ചു കൊന്നു, സവർക്കറൈറ്റുകളായ ഒരു കൂട്ടം ബ്രാഹ്മണ പാരമ്പര്യവാദികൾ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ഹൈന്ദവ വർഗീയതയാണ് അതിൻ്റെ, നേരത്തെ ഇവിടെ അശോകൻ ചെരുവിൽ സൂചിപ്പിച്ചതുപോലെ, പശ്ചാത്തലത്തിലുണ്ടായിരുന്ന വിപുലമായൊരു ജനവൃന്ദം ഹൈന്ദവ വർഗീയതയുടേതാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ധാരാളമായി മനസ്സിലാക്കാറുണ്ട്. അതിനപ്പുറം ഗാന്ധിജിയിൽ ആഴമുള്ള മറ്റ് വിമർശനങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നും അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ ഗാന്ധിജി നമ്മുടെ കാലത്തോട് എന്തു പറയുന്നു എന്നാലോചിക്കണം എന്നും സൂചിപ്പിക്കാനാണ് വാസ്തവത്തിൽ ഈ 75ാം രക്തസാക്ഷിത്വത്തിൻ്റെ വാർഷികത്തെ 5 ദിവസങ്ങളുള്ള ഒരു പ്രഭാഷണ പരമ്പരയായി വിഭാവനം ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ലാതെ അവസാനത്തെ ഒരു പോയിന്റ് മാത്രമല്ല, ഗാന്ധിജിയിൽ ഒരുപാട് പ്രതലങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഗാന്ധിജിയെപ്പോലെ ഒരാളെ എന്ന് മാത്രമല്ല, പലരെയും, ഗാന്ധിയാകാം, അംബേദ്കർ ആകാം, മാർക്സ് ആകാം, നാരായണ ഗുരുവാകാം, ഇവരെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം പുലർത്തേണ്ട ആദ്യത്തെ ഒരു കരുതൽ, ഇവരാരും ചരിത്രത്തിൽ സ്തംഭിച്ച് നിന്ന മനുഷ്യരല്ല എന്നതാണ്. ഈ കരുതൽ വളരെ പ്രധാനമാണ്. കാരണം ചരിത്രത്തിൽ 40-50 വർഷക്കാലം സജീവമായി ഇടപെടുകയും തങ്ങൾ ഇടപെട്ട ഓരോ ചരിത്ര മുഹൂർത്തത്തോടും വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുകയും ആ കാലത്തെ അഴിച്ചു പണിയാൻ വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത മനുഷ്യർ എന്ന നിലയ്ക്ക് നിന്നിടത്ത് നിന്നവരല്ല ഇവരാരും, പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നവരും അല്ല.
അതുകൊണ്ട് ഗാന്ധിജിയെ പോലെ ഒരാളെ, അംബേദ്കറെയോ മാർക്സിനെയോ ഗുരുവിനെയോ ഒക്കെ പോലെ ചരിത്രത്തിൽ ഇടപെട്ട ഒരാളെ മനസ്സിലാക്കുമ്പോൾ നിശ്ചലരായ വ്യക്തികൾ എന്നതിനപ്പുറം ചലനാത്മകമായ പ്രക്രിയകൾ എന്ന നിലയിൽ ഇവരെ മനസ്സിലാക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കാലത്ത് സംഭവിക്കുന്ന ഏറ്റവും അപകടം പിടിച്ച ഒരു വിചാര രീതി മനുഷ്യരെ അവരുടെ ജീവിത സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും സ്തബ്ധമാക്കി നിർത്തുകയും ഈ സ്തബ്ധമായ സ്ഥാനമാണ് അവരുടെ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് നാം അങ്ങോട്ട് ആരോപിക്കുകയും നമ്മുടെ അഭിരുചികളിൽ അവരെ നിശ്ചലരാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നതാണ്. ഗാന്ധിജിയോട് അത് ചെയ്തുകൂടാ, ചരിത്രത്തിൽ ഇടപെട്ട ഒരാളോടും അത് ചെയ്തുകൂടാ. വാസ്തവത്തിൽ ചരിത്രത്തിൽ ഇടപെട്ട മനുഷ്യരെ കുറിച്ചുള്ള നമ്മുടെ പ്രാഥമികമായ ബോധ്യം അവരൊന്നും നിശ്ചല വ്യക്തിത്വങ്ങളല്ല, കേവല സത്തകളല്ല, മറിച്ച് പ്രക്രിയകളാണ് എന്നാണ്. ഈ പ്രക്രിയ അവർ ചരിത്രത്തോട് ഇടപെടുന്നു, ചരിത്രം അവരിലും പ്രവർത്തിക്കുന്നു, അവർ ചരിത്രത്തെ മാറ്റിത്തീർക്കുന്നു, ചരിത്രം അവരെയും മാറ്റിത്തീർക്കുന്നു. ഈ കൊടുക്കൽ വാങ്ങലുകളുടെ പ്രകൃതം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടേ വാസ്തവത്തിൽ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എന്തു പറ്റുമെന്ന് വെച്ചാൽ, ഒന്നാം ലോക യുദ്ധകാലത്ത് അതിൻ്റെ ആരംഭവേളയിൽ ദക്ഷിണാഫ്രിക്കയിൽ കഴിയുന്ന കാലത്ത് ഗാന്ധിജി എഴുതിയ ലേഖനങ്ങളിൽ നിന്ന് ഉദ്ധരണികൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഗാന്ധിജിയെ ഒരു വർണ്ണവെറിയനാണ് എന്ന് സ്ഥാപിക്കാൻ എളുപ്പം കഴിയും. 1920-കളിൽ ഗാന്ധിജി മതത്തെക്കുറിച്ച് എഴുതിയതെടുത്തിട്ട് ഗാന്ധിജി രാഷ്ട്രീയത്തിൽ മതം കുത്തിക്കടത്തിയ ഒരു വർഗീയവാദിയാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയും. 30-കളിലും മറ്റും അദ്ദേഹം പറഞ്ഞിരുന്ന അഭിപ്രായങ്ങളെ മുൻനിർത്തി അദ്ദേഹം ജാതിവാദിയാണ് എന്ന് സ്ഥാപിക്കാൻ പറ്റും. സ്ത്രീകൾ വീടിനകത്ത് കഴിയേണ്ടവരാണ് എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ മുൻനിർത്തി അദ്ദേഹത്തെ സ്ത്രീവിരുദ്ധനാക്കാൻ കഴിയും. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതെല്ലാം ആക്കാനായിട്ട് ഗാന്ധിജിയിൽ നിന്ന് പല കാലങ്ങളിലെ ഉദ്ധരണികൾ കിട്ടും. അതുകൊണ്ട് ഉദ്ധരണികൾ തിരഞ്ഞെടുത്ത് അത് ക്രമത്തിൽ അടുക്കിപ്പറുക്കി നമ്മുടെ യുക്തിയിലേക്ക് ഗാന്ധിജിയെ കൊണ്ടുവരുന്നതിന് പകരം ഒരു ചലനാത്മക വ്യക്തിത്വം എന്ന നിലയ്ക്ക് ചരിത്രത്തിൽ ഗാന്ധിജി എങ്ങനെ ഇടപെട്ടു എന്ന് ആലോചിക്കുക വളരെ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ കാലത്ത് ഗാന്ധിജിയെ കുറിച്ചെന്നല്ല, അംബേദ്കറെ കുറിച്ചുള്ള ആലോചനകളാകാം, മാർക്സിനെ കുറിച്ചുള്ള ആലോചനകളാകാം. ഇതൊക്കെ ഈ സ്തബ്ധവൽക്കരണത്തിൻ്റെ, അവരെയൊക്കെ സ്റ്റാഗ്നന്റ് പൊസിഷൻസായി നിശ്ചല സ്ഥാനങ്ങളായി ഉറപ്പിച്ചു നിർത്തി ചരിത്രത്തിലെ അവസാനമില്ലാത്ത വൈരുദ്ധ്യങ്ങൾ മാത്രമാണ് ഇവർക്കെല്ലാം ഇടയിലുള്ളത് എന്ന് സ്ഥാപിച്ചെടുക്കാനും തങ്ങളുടെ ഉടമസ്ഥാവകാശം അവർക്ക് മുകളിൽ സ്ഥാപിക്കാനുമുള്ള നിരന്തരമായ താല്പര്യങ്ങൾ അരങ്ങേറുന്നു എന്നതുകൊണ്ടാണ് ഇവരെ മനുഷ്യവംശത്തിൻ്റെ പൊതു താല്പര്യങ്ങൾ, പൊതു പൈതൃകങ്ങൾ എന്ന നിലയിൽ മനസ്സിലാക്കണമെന്നും അവർക്കിടയിലെ വൈരുദ്ധ്യങ്ങളെ നിശ്ചയമായും നാം മാനിക്കുമ്പോഴും അത് ചരിത്രത്തിലെ ഒരേ ഒരു ഉത്തരം, അവരെക്കുറിച്ചുള്ള ഉത്തരം അതുമാത്രമല്ല എന്ന് തിരിച്ചറിയണമെന്നും കൂടി പറയാനായിട്ട് ഞാൻ ആദ്യമേ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരാലോചനയിലൂടെ നമുക്ക് ഗാന്ധിജിയിലേക്ക് കടക്കേണ്ടതുണ്ട്. ഗാന്ധിജി ധാരാളമായി സ്വന്തം അഭിപ്രായങ്ങളെ തിരുത്തിക്കൊണ്ടിരുന്ന ആളാണ് എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം ഏതാണ്ട് 1890-കൾ മുതൽ, അതിൻ്റെ തുടക്കം മുതൽ, ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്ന കാലം മുതൽ 48-ൽ മരിക്കുന്നത് വരെ, കൊല്ലപ്പെടുന്നത് വരെ അദ്ദേഹം സാമൂഹ്യ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിലുണ്ടായിരുന്നു. ഏതാണ്ട് 60 വർഷത്തിനടുത്ത് 5.5 നൂറ്റാണ്ട് കാലം സാമൂഹ്യ ജീവിതത്തിൽ നിരന്തരം ഇടപെട്ട ഒരാളാണ് ഗാന്ധിജി. ഈ 5.5 നൂറ്റാണ്ട് കാലവും ഒരേ അഭിപ്രായങ്ങളും ഒരേ നിലപാടുകളും ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളല്ല ഗാന്ധിജി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ മാറി വരുന്നതും ഈ മാറ്റത്തിൻ്റെ പിന്നിലെ പ്രേരണകളും നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഗാന്ധിജി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. 1930-കളിൽ അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പ്രസ്താവന ഇങ്ങനെയാണ്: ഐ മേക്ക് നോ ഹോബ്ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി. അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ ഞാൻ കൊണ്ട് നടക്കുന്നില്ല. If I am true to myself from moment to moment, I do not mind the inconsistencies that may flung in my face. ജീവിക്കുന്ന ഓരോ നിമിഷത്തോടും ഞാൻ സത്യസന്ധനാണെങ്കിൽ എൻ്റെ മുഖത്ത് വന്നു വീഴുന്ന അസ്ഥിരതകളെക്കുറിച്ച് ഞാൻ വ്യാകുലപ്പെടുന്നുമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തോടും സത്യസന്ധനായിരിക്കുന്ന ഒരാൾക്ക്, പണ്ട് വിജയൻ മാഷ് പറയുന്നത് പോലെ, പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല.
അയാൾക്ക് മാറി വരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളോട് എൻഗേജ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ മാറി വരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളോട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇൻകൺസിസ്റ്റൻസി എന്നത്, അസ്ഥിരത എന്നത് വലിയൊരു കുറ്റകൃത്യമല്ല എന്ന് നമുക്ക് വലിയ മനുഷ്യരെ നോക്കിയാൽ കാണാൻ പറ്റും. ബസവേശ്വരന്റെ പഴയ വാക്യം പോലെ ഉറച്ചു നിന്നവർ ഒലിച്ചുപോയി, ചലിച്ചിരുന്നവർ പിടിച്ചു നിന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം അവർ ചലിക്കുന്നത് അവരുടെ സ്വാർത്ഥത്തെ മുൻനിർത്തിയല്ല. ചരിത്രം മാറുന്നു, ജീവിത ഗതി മാറുന്നു, അതിൻ്റെ യാഥാർത്ഥ്യത്തെ അവർ അഭിസംബോധന ചെയ്യുന്നു. അവരുടെ മാറ്റത്തിൻ്റെ പിന്നിലുള്ള ഒരു അടിസ്ഥാന പ്രേരണ അതാണ്. ഗാന്ധിജി ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഗാന്ധിജിയും ആധുനികതയുമായുള്ള സംവാദങ്ങൾ എന്ന നിലയിലാണ്. ഒരു നിലയിൽ ഒരു കൗതുകമുള്ള വിഷയമാണ്. കാരണം ഗാന്ധിജി ആധുനികതയ്ക്കെതിരാണ് എന്ന് തീർപ്പാക്കപ്പെട്ട നിലയിലാണ് മിക്കവാറും നാം ഗാന്ധിജിയെ മനസ്സിലാക്കി വരുന്നത്. നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനറികൾ ഉണ്ടാക്കലാണ്, വിപരീത ദ്വന്ദ്ങ്ങൾ ഉണ്ടാക്കലാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ആധുനികതയുടെ പ്രതിനിധി നെഹ്റു ആണെന്നും ഗാന്ധി ആധുനികതയുടെ വിപരീതമാണ് എന്നും നാം കഴിഞ്ഞൊരു 10-40 കൊല്ലമായിട്ടോ 50 വർഷമായിട്ടൊക്കെ പറഞ്ഞുറപ്പിച്ച് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആധുനിക വിരുദ്ധനായ, മതവാദിയായ, കേവല അധ്യാത്മവാദിയായ, പാരമ്പര്യവാദിയായ ഒരാളായി ഗാന്ധിജിയെ പ്രതിഷ്ഠിക്കുക എന്നത് ഇന്ത്യയിൽ ദീർഘകാലമായിട്ട് നടന്നു വരുന്ന ഒരു വിചാര രീതിയാണ്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ പലരുണ്ട്. അതിലൊരു കൂട്ടര് ആധുനികതാ മൂല്യങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന വർഗീയവാദികളാണ് എന്നതും നാം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നു ഗാന്ധിജിയും ആധുനികതയും തമ്മിലുള്ള വിനിമയങ്ങൾ എന്നത് നാം കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നാമതായി തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആധുനികത എന്ന്, മോഡേണിറ്റി എന്നതിൻ്റെ മലയാള പരിഭാഷ എന്ന നിലയിലാണ് ആധുനികത എന്ന് നാം പറയുന്നത്. ആധുനികത എന്നത് ഏകമാനവും സുനിശ്ചിതവുമായ ഒരൊറ്റ പ്രതലത്തിൽ നിലകൊള്ളുന്ന ഒന്നല്ലെന്നും ആധുനികതയ്ക്കുള്ളിൽ തമ്മിൽ പോരടിക്കുന്ന ധാരാളം ബലങ്ങൾ ഉണ്ടായിരുന്നു എന്നും ആ ബലങ്ങൾ തമ്മിലുള്ള നിരന്തരമായ സംവാദങ്ങളും സംഘർഷങ്ങളും കൂടി ഉൾപ്പെട്ടതാണ് ആധുനികത എന്നും മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ ആധുനികത ഒരു കേവല സത്തയോ നിത്യമായ കുറേ മൂല്യങ്ങളോ അല്ല, വൈരുദ്ധ്യാത്മകമായ ഒരു ചരിത്ര പ്രക്രിയയാണ് എന്ന് നാം ആദ്യം തിരിച്ചറിയണം. ഇതിലെന്തിനോടാണ് ഗാന്ധിജി അടഞ്ഞത്, എന്തിനോടാണ് അദ്ദേഹം സംവദിച്ചത്, എന്തിനെയാണ് സ്വീകരിച്ചത് എന്ന് വേറിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നാം ആധുനികതയെ ശാശ്വതവൽക്കരിക്കും, ആധുനികതയെ സത്താവൽക്കരിക്കും, കേവലമായ ഒരു സ്ഥാനമായി പ്രതിഷ്ഠിക്കും, മറുപുറത്ത് ഗാന്ധിജിയെയും പ്രതിഷ്ഠിക്കും. അതുകൊണ്ട് ഗാന്ധി ഒരു ആധുനിക വിരുദ്ധനാണ് എന്ന തീർപ്പിൽ എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് ഗാന്ധിജിയെ ഒരു പ്രക്രിയയായി മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞതുപോലെ നാം ഒരു പ്രക്രിയാരൂപത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നാണ് ആധുനികത എന്ന ചരിത്ര സന്ദർഭവും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ അല്പം കൂടി കഴിഞ്ഞു വരാം. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഗാന്ധിജിയുടെ ഒരു നിരീക്ഷണം എന്ന നിലയിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് തന്നെക്കുറിച്ച് തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷനാണ്. ഒരു നിരീക്ഷണം ഞാൻ പറഞ്ഞു, എനിക്ക് അഭിപ്രായ സ്ഥിരത എന്നത് ഒരു ദുർഭൂതമാണ്. ഹോബ്ഗോബ്ലിൻ എന്ന വാക്ക് അദ്ദേഹം എമേഴ്സണിൽ നിന്ന് കടമെടുക്കുന്നതാണ്. എമേഴ്സൺ അദ്ദേഹത്തിൻ്റെ ചിന്താജീവിതത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യത്തിൻ്റെ പ്രതിനിധിയാണ്. എമേഴ്സൺ ഒറ്റക്കൊരാളല്ല. എമേഴ്സൺ, ഹെൻറി തോറോ, ജോൺ റസ്കിൻ, ടോൾസ്റ്റോയി, കാർപ്പൻറ്റർ, ഇങ്ങനെ ഒരു കൂട്ടം ചിന്തകന്മാരെ ഗാന്ധിജി വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. ഈ ചിന്തകന്മാരെ പൊതുവിൽ പരിഗണിച്ചാൽ നാം കാണുന്ന ഒരു കാര്യം, 18-ാം നൂറ്റാണ്ടൊടുവിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമൊക്കെ ആദ്യകാല ആധുനികത വ്യാവസായിക നാഗരികതയായി പരിണമിക്കുന്ന സമയത്ത്, ഏർലി മോഡേണിസം എന്നത് ഇൻഡസ്ട്രിയൽ മോഡേണിറ്റിയായി പരിണമിക്കുന്ന ഒരു സമയത്ത് അതിനോട് വളരെ വിമർശനാത്മകമായ നിലപാടെടുത്ത ഒരു ചിന്താ പാരമ്പര്യത്തിൻ്റെ പ്രതിനിധികളാണ് ഇവർ എന്നത് നാം വേറിട്ട് കാണണം. ഇവരാരും വെറും യാഥാസ്ഥിതികരോ വെറും കാൽപ്പനികരോ അല്ല, മറിച്ച് പുതുതായി രൂപപ്പെട്ടു വരുന്ന വ്യാവസായിക നാഗരികത ഉളവാക്കുന്ന പ്രതിസന്ധികളോട് സവിശേഷമായ നിലയിൽ പ്രതികരിക്കാൻ 19-ാം നൂറ്റാണ്ടിൽ പല രൂപത്തിൽ ശ്രമിച്ച ആളുകളാണ് വാസ്തവത്തിൽ ഇവരെല്ലാം. ഈ പാരമ്പര്യത്തിൽ ഒരാളാണ് എമേഴ്സൺ. എമേഴ്സന്റെ വാക്കിൽ നിന്നാണ് ഈ ഹോബ്ഗോബ്ലിൻ എന്ന വാക്ക് ഗാന്ധിജി സ്വീകരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എമേഴ്സൺ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് വെച്ചാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ അഭിപ്രായ സ്ഥിരതയുടെ ഈ ദുർഭൂതത്തെ കൊണ്ടു നടക്കുന്നില്ല എന്നത്.
തന്നെ കുറിച്ചുള്ള ഗാന്ധിയുടെ മറ്റൊരു പ്രഖ്യാതമായ നിരീക്ഷണം ഇങ്ങനെയാണ്. നമ്മൾ ഗാന്ധിസം എന്ന് പറയും. വാസ്തവത്തിൽ ഗാന്ധി അങ്ങനെ ഒരു വീക്ഷണത്തിനെതിരായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഐ ഡു നോട്ട് നോ ഹൂ ഈസ് എ ഗാന്ധിയൻ. ആരാണ് ഒരു ഗാന്ധിയൻ എന്ന് എനിക്കറിയില്ല. ഗാന്ധിസം ഈസ് എ മീനിങ്ലെസ് വേർഡ് ഫോർ മീ. എന്നെ സംബന്ധിച്ച് ഗാന്ധിസം എന്നത് നിരർത്ഥകമായ ഒരു വാക്കാണ്. ആൻഡ് ഇസം ഫോളോസ് ദ പ്രൊപ്പൗണ്ടർ ഓഫ് എ സിസ്റ്റം. ഒരു ഇസം എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാപകന്റെ, അതിൻ്റെ അവതാരകനെ പിന്തുടരുന്ന ഒന്നാണ്. അതിൻ്റെ അവതാരകനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. ഐ ആം നോട്ട് വൺ, ഹെൻസ് ഐ കനോട്ട് ബി ദ കോസ് ഓഫ് ആൻ ഇസം. അങ്ങനെ ഒരു ഇസത്തിന്റെ അവതാരകനല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഗാന്ധിസം എന്ന ഒരു ഇസത്തിന്റെ പ്രാരംഭ സ്ഥാനമാകാൻ എനിക്ക് കഴിയുകയും ഇല്ല. If one is built up, it will not endure. അങ്ങനെ ഒന്ന് നിങ്ങൾ പണിതീർത്താൽ, ഗാന്ധിസം എന്ന ഒരു ഇസം പണിതീർത്താൽ അത് നിലനിൽക്കുകയില്ല. ആൻഡ് ഇഫ് ഇറ്റ് ഡസ്, ഇറ്റ് വിൽ നോട്ട് ബി ഗാന്ധിസം. ഇനി നിങ്ങൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് ഗാന്ധിസം ആവുകയുമില്ല. ഇങ്ങനെ തൻ്റെ പേരിൽ, ഇത് ഗാന്ധി സാന്ദർഭികമായി പറയുന്നതാണ്. ഗാന്ധിയുടെ ചിന്താരീതിയുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, കനപ്പെട്ട വാക്കുകളിൽ ചിന്താപദ്ധതി താൻ അവതരിപ്പിക്കുകയാണ് എന്ന പരിവേഷങ്ങളൊന്നുമില്ലാതെയാണ് ഗാന്ധിജി സംസാരിക്കുക. പക്ഷെ ഗാന്ധിയുടെ സംസാരത്തിൻ്റെ ആഴത്തിൽ വളരെ ആഴമുള്ള ദാർശനികമായ പ്രമേയങ്ങൾ നിരന്തരം അടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ അഖിൽ ബിൽഗ്രാമി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ചിന്തകന്മാരിൽ പ്രധാനിയായ ഒരാൾ ഗാന്ധിജിയെക്കുറിച്ച് പറയുന്ന ഒരു സവിശേഷമായ പ്രയോഗം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ബിൽഗ്രാമി പറയുന്നത് ഗാന്ധിജി ഒരു പ്രൊഫഷണൽ ഫിലോസഫർ അല്ല, ഒരു ഓർഗാനിക് തിങ്കറാണ് എന്ന് പറയും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പ്രൊഫഷണൽ ഫിലോസഫർ തത്വചിന്തയുടെ പദാവലികൾ ഉപയോഗിച്ച് അതിൻ്റെ സമ്മർദ്ദങ്ങൾക്കകത്ത് സുനിശ്ചിതവും ക്രമീകൃതവുമായ രീതിയിൽ സംസാരിക്കുമ്പോൾ, ഒരു ഓർഗാനിക് തിങ്കർ ജീവിതത്തിൻ്റെ നടുക്കിറങ്ങി നിൽക്കുകയും ആ നടുക്കിറങ്ങി നിന്നുകൊണ്ട് താൻ അനുഭവിച്ചതിനെ ഏറ്റവും സരളമായി ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഈ വാക്യത്തിലും മേലുദ്ധരിച്ച വാക്യത്തിലും അങ്ങനെ ഒരു ഉള്ളടക്കമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം ആധുനികത എന്ന് പറയുന്നത് പൊതുവെ സുനിശ്ചിതവും അന്തിമ സ്വഭാവമുള്ളതും ആദിമധ്യാന്ത പൊരുത്തമുള്ളതുമായ വിചാര രീതികളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു കാലമാണ്. ആദിമധ്യാന്ത പൊരുത്തത്തോടെ എല്ലാറ്റിനെയും വിശദീകരിക്കാൻ കെൽപ്പുള്ളത് എന്ന് കരുതപ്പെടുന്ന ചിന്താ പദ്ധതികൾ പല രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു കാലമാണ്. പൊതുവെ പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിലെ ജ്ഞാനോദയ കാലം മുതൽ ഏതാണ്ട് 2ാം ലോക യുദ്ധാനന്തരം വരെ നീണ്ടു നിൽക്കുന്ന ആധുനികതയുടെ ജീവിതകാലം. പല ചിന്താപദ്ധതികൾ വന്നു. ഓരോ ചിന്താപദ്ധതികളും യാഥാർത്ഥ്യത്തെ അന്തിമമായി ഞങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. യാഥാർത്ഥ്യത്തെ ഉടനീളം വിശദീകരിക്കാനുള്ള ശേഷി ഈ പദ്ധതിക്കുണ്ട് എന്നൊരു തോന്നല് ഓരോ ഘട്ടത്തിലും ഉണ്ടായി. അങ്ങനെ ഉദ്ഗ്രഥിതവും സമഗ്രവും ആദിമധ്യാന്ത പൊരുത്തമുള്ളതും അന്തിമവുമായ ജ്ഞാനരൂപങ്ങൾ, വിജ്ഞാന വ്യവസ്ഥകൾ, വിചാരക്രമങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പൊതുവെ ആധുനികതയുടെ ആലോചന രീതികൾ വികസിച്ചു വന്നത്, സൈദ്ധാന്തിക പദ്ധതികൾ വികസിച്ചു വന്നത് എന്ന് പറയാം. പക്ഷേ ഗാന്ധിജി സ്വയം കരുതുന്നത് അങ്ങനെ താനൊരു അന്തിമ സ്ഥാനമാണെന്നോ ആദിമധ്യാന്ത പൊരുത്തമുള്ളതായ ഒരു ചിന്താ പാരമ്പര്യം, വിചാരക്രമം, പ്രസ്ഥാനക്രമം തനിക്കുണ്ടെന്നോ അല്ല, മറിച്ച് താൻ അഴിഞ്ഞു കിടക്കുന്നു എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗാന്ധിയിലുടനീളം നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഈ അഴിയലാണ് എന്ന് വേണമെങ്കിൽ കാണാം. അദ്ദേഹം ഇന്ത്യയിലെ വികസിച്ചു വരാനിരുന്ന പിൽക്കാലത്ത് വലിയ തോതിൽ ഉന്നയിക്കപ്പെട്ട ഒരു ബലിഷ്ഠ ദേശീയതയോട് ഏറ്റവും ആഴത്തിലടഞ്ഞ ആളുകളിൽ ഒരാൾ ഗാന്ധിജിയാണ് എന്ന് കാണാൻ പറ്റും. ആധുനികത ജന്മം നൽകിയ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു ഈ ബലിഷ്ഠ ദേശം എന്നത്. ആ ദേശസങ്കല്പത്തോട് ആഴത്തിൽ ഗാന്ധിജി ഇടയുന്നുണ്ട്. ആ ഇടയൽ സാന്ദർഭികമായി വരുന്നതല്ല, അദ്ദേഹത്തിൻ്റെ ജീവിത ബോധ്യങ്ങൾക്കുള്ളിൽ അതിൻ്റെ വേരുണ്ട് എന്നുകൂടിയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടുകൂടിയാണ് താനൊരു ഇസത്തിന്റെ അവതാരകനല്ല എന്ന് ഖണ്ഡിതമായി പറയുന്ന ഒരു നിലപാടിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. ഇവിടെ ആധുനികത എന്നതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന കാര്യം കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കണം.
ഒപ്പം തന്നെ ആധുനികതയുടെ മൂല്യങ്ങളും അത് നിരസിച്ച മൂല്യങ്ങളും എന്തൊക്കെയാണ് എന്നും ഏതേതിനോടാണ് ഗാന്ധിജി ബന്ധപ്പെട്ടത്, ഏതേതിനെയാണ് അദ്ദേഹം നിരസിക്കാൻ ശ്രമിച്ചത് എന്ന കാര്യവും നാം ഒന്ന് നോക്കേണ്ടതുണ്ട്. ഞാൻ വളരെ ലഘുവായിട്ട് ഈ ആധുനികതയുടെ ഉള്ളടക്കത്തെ സംബന്ധിക്കുന്ന ചില ആശയങ്ങൾ പറയാം. ഇപ്പൊ ആധുനികതയുടെ ഒരു ഉൽപാദന ക്രമം എന്ന നിലയിൽ നോക്കിയാൽ ലളിതമായി പറഞ്ഞാൽ ആധുനിക ഉൽപാദനം മുതലാളിത്തമാണ് പറയാം. ആധുനികതയുടെ അടിസ്ഥാന പ്രകൃതം ദേശരാഷ്ട്രങ്ങളെ മുൻനിർത്തുന്നതാണ്, നേഷൻ സ്റ്റേറ്റിനെ മുൻനിർത്തുന്നതാണ്. ആധുനിക പൂർവ സന്ദർഭം എന്ന് പറയുന്നത് രാജവാഴ്ചകളുടേതോ മധ്യകാല ജന്മിനാടുവാഴ്ത്ത ഭൂപ്രഭുത്വ വാഴ്ചയുടേതോ ആണ് എന്ന് കാണാം. ആധുനിക ലോകം അച്ചടിയുടേതാണെങ്കിൽ ആധുനിക പൂർവ്വലോകം വാമൊഴിയുടെയും കേൾവിയുടേതുമാണ് എന്ന് കാണാം. ആധുനികതയുടെ അന്തിമ സത്യാത്മക ജ്ഞാനം ശാസ്ത്രമാണെങ്കിൽ, ആധുനിക ശാസ്ത്രമാണെങ്കിൽ, ആധുനിക പൂർവാവസ്ഥ പലതരം വിജ്ഞാനങ്ങൾ കൂടിക്കലർന്നു നിൽക്കുന്ന ഏതെങ്കിലും ഒന്നിന് അന്തിമമായ ഒരു സത്യാത്മക പദവി ശാസ്ത്രത്തെ പോലെ കൈവന്നിട്ടില്ലാത്ത ഒരു ഘട്ടമാണ് ആധുനിക പൂർവഘട്ടം എന്ന് പറയാം. ആധുനിക ലോകം സൗരകേന്ദ്രിതമായ ഒരു പ്രപഞ്ചാവബോധത്തെ ഗലീലിയോയും കോപ്പർനിക്കസും ഒക്കെ വഴി വികസിച്ചു വരുന്ന സൗരകേന്ദ്രിതമായ ഒരു പ്രപഞ്ചാവബോധത്തെയാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ ആധുനിക പൂർവ്വ സന്ദർഭം പഴയ ടോളമി മുതൽ ആരംഭിക്കുന്ന ഭൂമിയെ കേന്ദ്രമാക്കുന്ന ഒരു പ്രപഞ്ചബോധത്തെ ആണ് ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് എന്ന് പറയാം. ഇനിയും ധാരാളം ഘടകങ്ങൾ നമുക്കിതിൽ ചേർക്കാം. അങ്ങനെ നോക്കിയാൽ മുതലാളിത്തവും വ്യാവസായികതയും അച്ചടിയും സൗരകേന്ദ്രിത പ്രപഞ്ചബോധവും ആധുനിക ശാസ്ത്രവും ദേശരാഷ്ട്രങ്ങളും എല്ലാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തെയാണ് പൊതുവെ നാം മൊഡേണിറ്റി, ആധുനികത, ചിലരിപ്പോൾ ആധുനികത്വം എന്ന് അതിൻ്റെ മൂല്യവ്യവസ്ഥയെ കൂടി ചേർത്ത് വിശേഷിപ്പിച്ചു പോരുന്നുണ്ട് എന്ന് നാം പറഞ്ഞു പോരുന്നത്. ഇത് ഭൗതികമായ ചില അടിസ്ഥാനങ്ങൾ നാടുവാഴ്ത്തത്തിന് പകരം മുതലാളിത്തത്തിലേക്കും കൃഷിക്ക് പകരം വ്യവസായത്തിലേക്കും പരിണമിച്ചെത്തുന്നു എന്നിടത്ത് അവസാനിക്കുന്നില്ല. അത് ലോകബോധത്തിന്റെ പുതിയ പ്രകാരങ്ങളെയും ഒപ്പം കൂട്ടിക്കൊണ്ടുവരുന്നു. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു വിപുല വ്യൂഹത്തെ മാത്രമേ നമുക്ക് ആധുനികത എന്ന് പറയാൻ പറ്റൂ. എന്താണ് പുതുതായി വന്ന ലോകബോധത്തിന്റെ ആധാരങ്ങൾ, ആധുനിക ലോകബോധത്തിന്റെ ആധാരങ്ങൾ? ആധുനിക പൂർവ്വലോകബോധം പൊതുവെ പറഞ്ഞാൽ മതാത്മകമാണ്, മതകേന്ദ്രിതമാണ് എങ്കിൽ ആധുനിക ലോകബോധം അടിസ്ഥാനപരമായി മതനിരപേക്ഷമാകാൻ ശ്രമിക്കുന്ന ഒന്നാണ്. ആധുനികതയുടെ പൂർവ്വഘട്ടം അത് പ്രാദേശികമായ ജീവിതക്രമങ്ങളാണെങ്കിൽ ആധുനികതയുടെ ആദർശം സാർവദേശീയതയാണ് എന്ന് പറയാം. ആധുനിക പൂർവ്വലോകം വിശ്വാസബന്ധിതമാണെങ്കിൽ ആധുനികതയുടെ അടിസ്ഥാനം യുക്തിവിചാരമാണ് എന്ന് പറയാം. ആധുനികതയ്ക്ക് മുമ്പ് മനുഷ്യൻ പറ്റങ്ങളായിട്ടാണ് സ്വയം മനസ്സിലാക്കിയിരുന്നതെങ്കിൽ ആധുനികത മനുഷ്യരെ ഒറ്റയ്ക്കൊരാളായി, ഇൻഡിവിജ്വൽ എന്ന് നാം വിളിക്കുന്ന ഒറ്റയ്ക്കൊരാളായി മനുഷ്യരെ പുനർനിർവചിച്ചു എന്ന് പറയാം. ആധുനിക പൂർവമായ ലോകബോധം സ്തബ്ധമോ ചാക്രികമോ ആണെങ്കിൽ, ഒന്നുകിൽ നിശ്ചലമായി നിൽക്കുന്ന കാലം അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചാക്രികമായ കാലം എന്ന സങ്കല്പത്തിലാണെങ്കിൽ ആധുനികമായ കാലബോധം രേഖീയമായ പുരോഗതിയുടേതാണ്. ലീനിയർ പ്രോഗ്രസ് എന്ന് വിളിക്കാവുന്ന പടിപടിയായി പുരോഗമിക്കുന്ന ഒന്നായി കാലത്തെ മനസ്സിലാക്കുന്നുണ്ട്. ആധുനിക പൂർവഘട്ടം നാടുവാഴ്ത്തത്തിൻ്റെയോ രാജാധികാരത്തിൻ്റെയോ ആണെങ്കിൽ ആധുനിക ഘട്ടം ജനാധിപത്യത്തിൻ്റെതാണ് എന്ന് പറയാം. ആധുനിക പൂർവ്വ സന്ദർഭം സമൂഹത്തെ പല തട്ടുകളായി കാണുകയും ആ തട്ടുകൾ സ്വാഭാവികമായ വ്യത്യാസമാണ് എന്ന് കരുതുകയും അസമത്വം ജന്മസഹജമാണ്, ദൈവഹിതമാണ് എന്ന് കരുതുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആധുനികത സമത്വത്തെ ഒരടിസ്ഥാന മൂല്യമാക്കിയ കാലമാണ് എന്ന് പറയാം. ആധുനിക പൂർവം വ്യവസ്ഥാനിഷ്ഠമാണെങ്കിൽ ആ വ്യവസ്ഥയ്ക്കുള്ളിലാണ് ഓരോ മനുഷ്യരും നിലനിൽക്കുന്നത് എന്ന് കരുതുന്നുണ്ടെങ്കിൽ ആധുനിക ലോകം എന്ന് പറയുന്നത് ഉച്ഛൃംഖലമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധത്തിന്റെ കാലമാണ്. റൂസോന്റെ പ്രസിദ്ധമായ വാക്യം നമുക്ക് ഓർക്കാം, മാൻ ഈസ് ബോൺ ഫ്രീ എവ്രിവെയർ ബട്ട് ഹി ഈസ് ഇൻ ചെയിൻസ്.
മനുഷ്യൻ സ്വതന്ത്രനായി ജനിച്ചിരിക്കുന്നു, പക്ഷേ വ്യവസ്ഥകൾ അവനെ ചങ്ങലയ്ക്കുള്ളിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് വ്യവസ്ഥയുടെ ചങ്ങലയാണ്, അല്ലാതെ മാനുഷിക യാഥാർത്ഥ്യം അടിസ്ഥാനപരമായി അസ്വാതന്ത്ര്യത്തിൻ്റെതല്ല, അവ്യവസ്ഥയുടേതല്ല എന്നാണ് ആധുനികത കരുതിയത്. ഇങ്ങനെ മതനിരപേക്ഷതയെയും സാർവദേശീയതയെയും യുക്തിബോധത്തെയും വ്യക്തിബോധത്തെയും പുരോഗതിയെയും ജനാധിപത്യത്തെയും സാമൂഹ്യ സമത്വം എന്ന ആശയത്തെയും സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യമണ്ഡലവും ഒരു അവബോധക്രമവും മുതലാളിത്തവും വ്യവസായവും ദേശരാഷ്ട്രവും അച്ചടിയും ആധുനിക ശാസ്ത്രവും സൂര്യകേന്ദ്രിതമായ പ്രപഞ്ചസങ്കല്പവും എല്ലാം ഉൾക്കൊള്ളുന്ന ഭൗതിക ആധാരങ്ങളും ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു ജീവിത സന്ദർഭത്തെ ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ചിന്തയിലെ ജ്ഞാനോദയം മുതൽ 2ാം ലോക യുദ്ധാനന്തരം വരെ മനുഷ്യവംശത്തിന്റെ സാമൂഹ്യ അവബോധത്തെ നിർണയിച്ച ഭൗതികവും അവബോധപരവുമായ ചട്ടക്കൂടുകളെ ആകെ ചേർത്തിട്ടാണ് നാം ആധുനികത എന്ന് പറഞ്ഞു പോരുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, മലയാളത്തിൽ ഈ വാക്ക് വളരെ കൺഫ്യൂസിംഗ് ആണ്. കാരണം മലയാളത്തിൽ മോഡേണിറ്റി എന്നുള്ള അർത്ഥത്തിലും മോഡേണിസം എന്നുള്ള അർത്ഥത്തിലും ആധുനികത എന്ന് നാം പൊതുവെ ഉപയോഗിക്കാറുണ്ട്. പയ്യപ്പ മടിക്കർ ഒരു ആധുനിക കവിയാണ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. നാരായണഗുരു ആധുനിക കേരളത്തിന്റെ സ്രഷ്ടാവാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം രണ്ടിടത്ത് നമ്മൾ ആധുനിക എന്ന് ഉപയോഗിക്കുന്നത് പക്ഷെ രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, ആധുനികതാ പ്രസ്ഥാനം ഒരു കലാസാഹിത്യ പ്രവണത എന്ന നിലയിലാണ് അയ്യപ്പണിക്കർ ആധുനിക കവിയാണെന്ന് പറയുന്നത്. മറ്റതാകട്ടെ ഒരു വിപുലമായ ചരിത്രബന്ധത്തെ ആകമാനം സൂചിപ്പിച്ച് പഴയ ലോകത്തിൽ നിന്ന് പുതിയ ലോകത്തിലേക്കുള്ള ഒരു പരിവർത്തനത്തിന്റെ ആകമാനമുള്ള ഒരു ക്രമത്തെയാണ് ആധുനികം എന്ന് നാരായണഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ ഈ രണ്ടിനും ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് തെറ്റാണെന്ന് പറയല്ല, പക്ഷെ അർത്ഥവ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആധുനികത എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ പ്രവണതകളെ മുഴുവൻ നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവം നോക്കിയാല് അതില് നമുക്ക് ധാരാളം ഘടകങ്ങൾ കൂടിക്കലർന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് മാത്രമൊന്നുമല്ല കേട്ടോ, വിശദാംശങ്ങളിൽ ഇനിയും ധാരാളം ഘടകങ്ങളെ ആലോചിച്ചാൽ കണ്ടെത്താൻ കഴിയും. നമ്മുടെ ഒരു വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളല്ല അധികം പറയാൻ ശ്രമിക്കുന്നത്. മറിച്ച് ഈ ഘടകങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ നിലവിൽ വരുന്ന ഒരു ജീവിതബോധവും അതിൻ്റെ പ്രകാരഭേദങ്ങളുമാണ് ആധുനികത എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ഈ ആധുനികത സാർവത്രികമായി ഏകമുഖമായിട്ടാണോ ജീവിച്ചത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആധുനികതയുടെ ലോകം വന്നതുപോലെയാണോ യൂറോപ്പിൽ ആധുനികത അവതരിച്ചത്? ഇപ്പൊ സമീപകാലത്ത് അന്തരിച്ച ലോകത്തെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് ചിന്തകന്മാരിൽ ഒരാളായിരുന്ന സമീർ അമീൻ ആധുനികതയെ കുറിച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമുണ്ട്. അദ്ദേഹം ഒറ്റക്കൊരാളല്ല, ഒരുപാട് പേർ പറയുന്നുണ്ട് ഈ ആശയം. പക്ഷെ അദ്ദേഹം അത് സംഗ്രഹിച്ചു പറഞ്ഞ ഒരു വാക്യം ഇതാണ്: ആധുനികത അതിൻ്റെ ജനനത്തിലും വളർച്ചയിലും മുതലാളിത്തത്തോടൊപ്പമായിരുന്നു എന്നതാണ്. മുതലാളിത്തത്തിൽ ബന്ധിതമായ നിലയിലാണ് ആധുനികത വളർന്നത്. ജ്ഞാനോദയ മൂല്യങ്ങൾ മാത്രമായി മതനിരപേക്ഷത, ജനാധിപത്യം, സമത്വം, സ്വാതന്ത്ര്യം, പുരോഗതി തുടങ്ങിയ ജ്ഞാനോദയത്തിന്റെ മൂല്യവ്യവസ്ഥ മാത്രമായി നിങ്ങൾ ആധുനികതയെ മനസ്സിലാക്കിയാൽ ആധുനികതയുടെ ഭൗതികാധാരത്തിലുണ്ടായിരുന്ന ഈ അടിസ്ഥാനപരമായ ഒരു ഘടകത്തെ, മുതലാളിത്തം എന്ന ഘടകത്തെ കാണാതിരുന്നാൽ അതിൻ്റെ മൂർത്ത പ്രകൃതത്തെ കൈവിട്ടുപോകും. നമ്മുടെ നാട്ടിൽ ആധുനികതയെക്കുറിച്ചുള്ള ചർച്ചയിലുള്ള ഒരു പ്രധാന പരാധീനത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു മൂല്യവ്യവസ്ഥയായി ചുരുക്കുകയും അതിൻ്റെ മൂർത്ത ജീവിതത്തെ മിക്കവാറും കൈവിടുകയും ചെയ്യും. അപ്പൊ മുതലാളിത്താണ് മനുഷ്യനെ സ്വതന്ത്രനാക്കിയത്. സമീർ അമീൻ പറയുന്ന ഒരു ഉദാഹരണം കൂടി ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. സമീർ അമീൻ പറയുന്ന ആ ഉദാഹരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് മുതലാളിത്തം ലോകത്ത് 2 മഹാവിപ്ലവ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി, മഹാവിപ്ലവങ്ങൾ നടത്തി. ഒന്ന് ഫ്രഞ്ച് വിപ്ലവമാണ്, മറ്റൊന്ന് അമേരിക്കൻ വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ്. നമുക്ക് വളരെ പ്രസിദ്ധമായ മുദ്രാവാക്യങ്ങളാണ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. പക്ഷെ ഫ്രഞ്ച് വിപ്ലവം മുമ്പോട്ട് വെച്ച ഈ മുദ്രാവാക്യത്തിന്റെ അവതാരകരായ ഫ്രഞ്ച് ബൂർഷ്വാസി, ആ ബൂർഷ്വാസിക്ക് ഈ മുദ്രാവാക്യത്തെ സമ്പൂർണമായി സാക്ഷാത്കരിക്കുക സാധ്യമല്ല. കാരണം സമത്വം എന്ന മുദ്രാവാക്യത്തെ ബൂർഷ്വാസി സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചാൽ അത് ആത്യന്തികമായി ബൂർഷ്വാസിയെ തന്നെ റദ്ദാക്കുക. അതുകൊണ്ട് വിളിച്ച മുദ്രാവാക്യം വിളിച്ചവർ തന്നെ നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ അങ്ങനെയാണ്, വിളിച്ച മുദ്രാവാക്യം വിളിച്ചവർക്കെതിരായി പോകും. അതുകൊണ്ട് സമീർ അമീൻ പറയുന്നത്
ബൂർഷ്വാസി ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ഉച്ചത്തിൽ വിളിച്ചെങ്കിലും ബൂർഷ്വാസി നടപ്പിലാക്കിയ മുദ്രാവാക്യം അമേരിക്കൻ വിപ്ലവത്തിൻ്റെതാണ്. അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം വ്യത്യസ്തമാണ്. ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി, സ്വാതന്ത്ര്യവും സ്വത്തുടമസ്ഥതയും. എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ മാനദണ്ഡം? അത് സാഹോദര്യമല്ല, അത് സമത്വമല്ല, അത് സ്വത്തുടമസ്ഥതയാണ്. നോക്കൂ, നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന യുക്തി സമത്വമോ സാഹോദര്യമോ അല്ല, സ്വത്തുടമസ്ഥതയാണ്. നിങ്ങൾക്ക് സ്വത്തുടമസ്ഥനാകാനുള്ള അവകാശമുണ്ട് എന്നതിലാണ് നിങ്ങൾ സ്വതന്ത്ര വ്യക്തിയായിരിക്കുന്നത്. നിങ്ങളുടെ റൈറ്റ് ടു ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്, അല്ലാതെ റൈറ്റ് ടു ഫ്രറ്റേണിറ്റി അല്ല, റൈറ്റ് ടു ഇക്വാലിറ്റി അല്ല. സമത്വത്തിനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമാണെന്ന് ഭരണഘടന പറയില്ല. സാഹോദര്യത്തിനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമാണെന്ന് ഭരണഘടന പറയില്ല. മറിച്ച് സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെ വിപ്ലവം തന്നെ, ഫ്രഞ്ച് റവല്യൂഷൻ ബൂർഷ്വാസി ഉയർത്തിക്കൊണ്ടുവന്ന, ഞാൻ ബൂർഷ്വാസി എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ആധുനികത എന്ന് തന്നെ പറയുന്നു, ആധുനികത ഉയർത്തിക്കൊണ്ടുവന്ന അത്യുന്നതമായ ഈ മൂല്യം, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന മൂല്യം, ആ മൂല്യത്തിൽ വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തെ സമത്വത്തിൽ നിന്നും സാഹോദര്യത്തിൽ നിന്നും എടുത്തു മാറ്റി സ്വാതന്ത്ര്യത്തെ സ്വത്തുടമസ്ഥതയുടെ സ്വാതന്ത്ര്യമാക്കി മാറ്റിക്കൊണ്ടാണ് വാസ്തവത്തിൽ ആധുനികത നിലവിൽ വന്നത്. പറഞ്ഞ ആധുനികതയല്ല. അഖിൽ ബിൽഗ്രാമി ഗാന്ധിയും മാർക്സും തമ്മിലുള്ള ചർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗംഭീരമായൊരു പ്രബന്ധത്തിൽ, മാർക്സിസ്റ്റ് താല്പര്യമുള്ള ആളുകൾ വായിക്കേണ്ട ഒന്നാണ് കേട്ടോ, ഗാന്ധി ആൻഡ് മാർക്സ് എന്ന പേരിൽ 2012 അദ്ദേഹം എഴുതിയ അതിഗംഭീരമായൊരു പഠനമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് ഈ സ്വാതന്ത്ര്യം എന്നതിനെ സ്വത്തുടമസ്ഥതയുമായി ബന്ധിപ്പിക്കുമ്പോൾ വരുന്ന അപകടം? സ്വാതന്ത്ര്യത്തെ സ്വത്തുടമസ്ഥതയോട് ബന്ധിപ്പിക്കുമ്പോൾ വരുന്ന അപകടം, ഒന്നാമതായി നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ ഉടമസ്ഥതയാണ് എന്ന് വരുന്നതോടെ, മറ്റൊരാളുടെ സ്വാതന്ത്ര്യം അയാളുടെ ഉടമസ്ഥാവകാശമാണ് എന്ന് വരുന്നതോടെ രണ്ട് വ്യക്തികളുടെയും സ്വാതന്ത്ര്യം അവരവരുടേത് മാത്രമായ മണ്ഡലത്തിലേക്ക് പിൻവാങ്ങും, എക്സ്ക്ലൂസീവ് ആവും. എന്റെ സ്വാതന്ത്ര്യം എന്റെ സ്വത്തുടമസ്ഥതയും നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ സ്വത്തുടമസ്ഥതയുമായി തീരുന്നതോടെ നമ്മൾ ഓരോരുത്തരും സ്വതന്ത്രരായിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് വേറിട്ടുള്ള നിൽപ്പിലാണ്. അല്ലാതെ എന്റെ സ്വത്തിൽ നിങ്ങൾക്കോ നിങ്ങളുടെ സ്വത്തിൽ എനിക്കോ ഉള്ള അവകാശമല്ല. ആ അവകാശത്തെ നിഷേധിക്കലാണ്. ഫലത്തിൽ ഒരാളെ മറ്റൊരാൾക്കെതിരെ പ്രതിഷ്ഠിക്കലാണ്. ബിൽഗ്രാമി അവിടെ നിന്ന് ഈ ആശയത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ആധുനിക ലോകത്ത് ബൗദ്ധിക സ്വത്തവകാശമായി തീർന്നത്. ഒരാൾ കവിത എഴുതുന്നു, കവിത എഴുതിയിട്ട് ആ കവിത എന്റെ കവിതയാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ മനുഷ്യവംശം ഉണ്ടാക്കിയ വാക്കുകൾ, മനുഷ്യവംശം ഉണ്ടാക്കിയ കൽപ്പനകൾ, ഭാവനാക്രമങ്ങൾ, താളങ്ങൾ, വിന്യാസ രീതികൾ, ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ കവിത എഴുതുന്നു. വാസ്തവത്തിൽ അതിൽ നിങ്ങളുടെ പങ്ക് അവസാനത്തെ 10% പക്ഷെ ഉടമസ്ഥത നിങ്ങൾക്കാണ്. കാരണം നിങ്ങളുടെ പറമ്പ് നിങ്ങളുടേതാണെന്ന് പറയുന്നു, നിങ്ങൾ വസിക്കുന്ന ഭൂമി നിങ്ങളുടേതാണെന്ന് പറയുന്നു. മാർക്സ് പണ്ട് പറഞ്ഞൊരു വാക്യമുണ്ട്, ഉന്നതമായ ഒരു ജീവിത മൂല്യത്തിൽ നിന്ന് നോക്കിയാൽ, അഥവാ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ, ഒരാൾ മറ്റൊരാളുടെ മുകളിൽ പുലർത്തുന്ന ഉടമാവകാശം എത്ര നിന്ദ്യമാണോ അത്ര തന്നെ നിന്ദ്യമാണ് പ്രകൃതിക്കുമേൽ മനുഷ്യൻ പുലർത്തുന്ന ഉടമസ്ഥാവകാശം. കാരണം മനുഷ്യന്റെ പൊതുവായ ഉടമസ്ഥതയിലല്ലാതെ കാറ്റോ ഭൂമിയോ ജലമോ വായുവോ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് നാമായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നാം ഒരു ബന്ധത്തിലായിരിക്കുന്നു എന്നതാണ്. നാം ബന്ധത്തിലായിരിക്കുന്നു എന്നതാണ്. ഈ ബന്ധത്തെ മറച്ചു വെക്കുന്ന അഥവാ ഈ ബന്ധത്തെ നിഷേധിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സങ്കല്പമാണ് ഉടമസ്ഥതയെ സ്വാതന്ത്ര്യവുമായി ബന്ധിപ്പിക്കുന്നു. സ്വത്തുടമസ്ഥതയെ സ്വാതന്ത്ര്യവുമായി ബന്ധിപ്പിക്കുകയും സാഹോദര്യത്തെയും സമത്വത്തെയും സ്വാതന്ത്ര്യത്തിൽ നിന്ന് അടർത്തി മാറ്റുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഓരോ വ്യക്തിയും അവരവരിൽ പൂർണ്ണരാണ് എന്ന് കരുതുകയും താങ്കളിൽ പൂർണ്ണരായ, തങ്ങളിൽ തന്നെ ആദിമധ്യാന്ത പൊരുത്തമുള്ള, മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സ്വതന്ത്ര കർത്തൃത്വങ്ങളാണ് എന്ന ധാരണ ആധുനികതയ്ക്കകത്ത് വികസിച്ചു വരികയും ചെയ്യും. ഇങ്ങനെ മനുഷ്യനെ മാനുഷികമായ സഹഭാവത്തിൽ നിന്ന്,
മാനുഷികമായ വിനിമയങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി ഒറ്റയാക്കി മാറ്റിക്കൊണ്ടാണ് വാസ്തവത്തിൽ ആധുനികത വ്യക്തികളെ സൃഷ്ടിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വ്യക്തി സങ്കല്പത്തിനെതിരായ ഏറ്റവും ഗാഠമായ വിമർശനങ്ങളിൽ ഒന്നാണ് 1844 എക്കണോമിക് ആൻഡ് ഫിലോസഫിക് മാനുസ്ക്രിപ്റ്റ്സിൽ മാർക്സ് എഴുതിയ ഗംഭീരമായ ഒരു വാക്യം, മാൻ ഈസ് ആൻ എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ്. മനുഷ്യൻ ഒരു സത്തയല്ല, അവനിൽ ഒരു മനുഷ്യനിലും കേവലമായ ഒരു മൂല്യവുമില്ല. ശാശ്വതവും മുൻകൂറായി നൽകപ്പെട്ടതുമായ ഒരു സത്തയിലല്ല മനുഷ്യാവസ്ഥ, മറിച്ച് സോഷ്യൽ റിലേഷൻസ്. ഈ റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ്, നിങ്ങളെ ഒഴിവാക്കുന്നതല്ല. പ്രോപ്പർട്ടിയെ സ്വാതന്ത്ര്യവുമായി ബന്ധിപ്പിച്ചതോടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യമായ ഒരു ഉടമസ്ഥാവകാശവുമായി ബന്ധിക്കുന്നതോടെ ഞാൻ എഴുതുന്ന കവിത എൻ്റേതായിത്തീരുന്നു, എൻ്റെ ഭൂമി എൻ്റേതായിത്തീരുന്നു, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് എൻ്റേതായിത്തീരുന്നു, മറ്റെല്ലാം എനിക്ക് പുറത്തുള്ളതായിത്തീരുന്നു. ഇങ്ങനെ വ്യക്തികൾ അന്യോന്യം വിഘടിതമായിത്തീരുന്ന മാർസന്യവൽക്കരണം എന്ന് പറയുന്ന ഒരു സംഗതിയാണത്. അതായത് യഥാർത്ഥത്തിൽ ബന്ധങ്ങളിലൂടെ നിലവിൽ വരുന്നതും എന്നാൽ ഈ ബന്ധങ്ങളെ മറച്ചു പിടിച്ച് ഒറ്റ തിരിഞ്ഞത് എന്ന് നമ്മെ തോന്നിപ്പിക്കുന്നതുമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് നാം ചെന്ന് വീഴുന്നു എന്നാണ് ഇതിന്റെ അനന്തരഫലം. ബിൽഗ്രാമി അതുകൊണ്ടാണ് പറഞ്ഞത്, അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം നടപ്പിലായി, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം പിൻവാങ്ങി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന സ്വാതന്ത്ര്യത്തെ സമത്വ സാഹോദര്യങ്ങളോട് ബന്ധിപ്പിക്കുന്ന മൂല്യവ്യവസ്ഥ പിൻവാങ്ങി, പകരം സ്വാതന്ത്ര്യത്തെ സ്വത്തുടമസ്ഥതയോട് ബന്ധിപ്പിക്കുന്ന മൂല്യവ്യവസ്ഥ നിലവിൽ വന്നു. ഗാന്ധി ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഗാന്ധി ഒരു വാക്യം പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. ഗാന്ധി ഇതിനെക്കുറിച്ച് ആധുനികതയോടുള്ള ഗാന്ധിയുടെ വിമർശനത്തിന്റെ കാതൽ എന്ന് പറയാവുന്ന ഒരു വാക്യത്തിൽ ഗാന്ധി ഇങ്ങനെ പറയുന്നുണ്ട്, മെനി പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ് ബൈ റിമെമ്പറിംഗ് ദാറ്റ് മണി ഈസ് ദെയർ ഗോഡ്. നിങ്ങൾക്ക് ആധുനിക ലോകത്തോട്, അദ്ദേഹം ആധുനികത എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, അദ്ദേഹം മോഡേൺ സിവിലൈസേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിന് കാരണങ്ങളുണ്ട് കേട്ടോ, ഞാനത് പറയാം. പണമാണ് ദൈവം എന്ന് അവർ കരുതുന്നു എന്നതാണ് അവരുടെ അടിസ്ഥാന പ്രശ്നമെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും എന്ന് ഗാന്ധി പറയുന്നുണ്ട്. ഈ റിലേഷനെ കാണാതെ ഉടമസ്ഥതയെ കേന്ദ്രമാക്കുക എന്നത്. ഇങ്ങനെ ആധുനികത, ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് പറഞ്ഞ ആധുനികതയും ഭരിച്ച ആധുനികതയും ഒന്നാണോ? ഫലിച്ച ആധുനികതയും പറഞ്ഞ ആധുനികതയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാം. അപ്പൊ ആധുനികതയാണ് സംശയരഹിതമായും സാർവദേശീയത എന്ന് പറഞ്ഞത്. മനുഷ്യവംശം എന്ന് നമ്മോട് പറഞ്ഞത് ആധുനികതയാണ്. നിശ്ചയമായും അത് നാം ഏറ്റെടുത്തൊരു മൂല്യവുമാണ്. ഇത്തിരി വട്ടങ്ങളിൽ നിന്ന് മനുഷ്യവംശ സാഹോദര്യത്തോളം, എങ്ങു മനുഷ്യന് ചങ്ങല കയ്യിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുന്നു, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എന്റെ പുറത്താവുന്നു എന്ന് കവി പാടുന്നു. Where the world has not been broken into fragments by narrow domestic walls, into that heaven of freedom my father let my country awake എന്ന് നമ്മുടെ വലിയ കവികളിൽ ഒരാൾ പാടുന്നു. ദേശീയത ഇടുക്കമാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ആധുനികതയുടെ മൂല്യബോധം പ്രവർത്തിക്കുമ്പോഴും സാർവദേശീയതയുടെ ഈ മൂല്യബോധം പ്രവർത്തിക്കുമ്പോഴും പക്ഷേ ആധുനികതയ്ക്കുള്ളിൽ തന്നെയാണ് കൊളോണിയലിസം ഉണ്ടായത്. ആധുനികതയാണ് കൊളോണിയലിസത്തെ കൊണ്ടുവന്നത്. പ്രീ മോഡേൺ ഫേസിൽ കോളനീകരണം ഇല്ല. യൂറോപ്പ് ലോകത്തെ മുഴുവൻ കോളനികളാക്കുകയും തങ്ങളുടെ അടിമ രാജ്യങ്ങളായി ലോകത്തെ മാറ്റുകയും ഒറ്റ ലോകം കെട്ടിപ്പടുക്കുകയും ചെയ്തു. മാർക്സ് പറഞ്ഞൊരു വാക്യമുണ്ട്, ബൂർഷ്വാസി അതിന്റെ മാതൃകയിൽ ലോകം നിർമ്മിക്കുന്നു. ബൂർഷ്വാസി സ്വന്തം മാതൃകയിൽ ലോകം നിർമ്മിക്കുന്നു. അതുകൊണ്ട് ലോകത്തെല്ലാവർക്കും തുല്യാവസരങ്ങളുള്ള ഒരു ലോകമല്ല, ബൂർഷ്വാ ജീവിതക്രമങ്ങളുടെ അനുകരണമായി തീർന്ന ഒരു ലോകമാണ് നിലവിൽ വന്ന സാർവദേശീയത. പറഞ്ഞ സാർവദേശീയതയല്ല, യൂണിവേഴ്സലിസം എന്നാണ് പറഞ്ഞത്. നടപ്പിലായത് കൊളോണിയലിസമാണ്. സ്വതന്ത്ര വ്യക്തി എന്നാണ് പറഞ്ഞത്. നടപ്പിലായത് ഇന്നിപ്പോ നമ്മൾ പൊതുവെ പറയുന്നത് പോലെ വൈറ്റ് യൂറോപ്യൻ മെയിൽ, വെള്ളക്കാരനായ യൂറോപ്യനായ ഒരു പുരുഷനാണ് മനുഷ്യനായി വേഷം മാറി വന്നത്. ഇന്ത്യയിലാണെങ്കിൽ വെളുത്തവനായിട്ടുള്ള ബ്രാഹ്മണനായിട്ടുള്ള നഗരവാസിയായിട്ടുള്ള ഒരു പുരുഷനാണ് ഇന്ത്യയിലെ മനുഷ്യ മാതൃക എന്നൊന്ന് ഭേദഗതിപ്പെടുത്തിയാൽ മതി. യൂറോപ്യനല്ല, ബ്രാഹ്മണനാണ്. ബ്രാഹ്മണ്യത്തെ സ്വാംശീകരിച്ച ആളാണ് എന്ന് വേണമെങ്കിൽ പറയാം. പുരോഗതി എന്നാണ് ബൂർഷ്വാസി ആധുനികതയുടെ മൂല്യമായി നിന്നത്. പക്ഷെ പുരോഗതിയെ പിന്തള്ളിക്കൊണ്ട് നാം വളർച്ച എന്ന വാക്ക് കൊണ്ടുവരികയും വളർച്ചയെ മൂലധന വളർച്ചയാക്കി
മാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് GDP ഗ്രോത്ത് ആണ്, പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ വളർച്ചയാണ് വളർച്ച എന്ന് നാം കരുതുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ലോകത്തിന്റെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് താഴെ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നിരിക്കുന്നു. 2030 അത് 3ാം സ്ഥാനത്തെത്തും എന്ന് പ്രധാനമന്ത്രിയും വലിയ നേതാക്കളും എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പറയാത്തൊരു കണക്ക് കൂടെ ഉണ്ട്. 121 രാജ്യങ്ങളെ മാത്രം കണക്കിലെടുത്ത് ആഗോള പട്ടിണി സൂചിക ഉണ്ടാക്കിയപ്പോൾ അതിൽ 107ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ എന്ന കണക്ക് നമ്മൾ പറയാറില്ല. 2021 അത് 101 ആയിരുന്നു. 2022 അത് 107 വളരുന്നില്ല എന്ന് കരുതരുത്, വളരുന്നുണ്ട്. ഈ കണക്ക് മറച്ചു വെക്കപ്പെടുകയും 5ാമത്തെ സ്ഥാനത്ത് രാജ്യം എത്തി എന്ന് പറയുകയും ചെയ്യുന്നു. കാരണം രാജ്യത്തെത്തുന്ന സമ്പത്ത് മുഴുവൻ ഈ പറയുന്ന എവിടെയോ കുന്നുകൂടുകയും അത് രാജ്യത്തിന്റെ സമ്പത്താണ് എന്ന് നമ്മോട് പറയുകയും ചെയ്യുന്നു. പുരോഗതി എന്നത് മൂലധന വളർച്ചയായി മാറുന്നു. ശാസ്ത്രം എന്നത് സാങ്കേതിക വിദ്യയായി മാറുന്നു. ശാസ്ത്രത്തെ ഗാന്ധിജി വളരെ ആദരവോടെ കണ്ടിരുന്ന ഒരാളാണ്. ശാസ്ത്രം സത്യത്തിലേക്ക് അടുക്കാനുള്ള മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് എന്നാണ് ശാസ്ത്രത്തെ ഗാന്ധിജി കണ്ടത്. പക്ഷേ ശാസ്ത്രം സാങ്കേതിക വിദ്യയായി യുക്തിബോധം എന്ന് പറയുന്നത് മിക്കവാറും ഉപകരണവാദമായും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജയിച്ച തെരഞ്ഞെടുപ്പെല്ലാം ജനാധിപത്യത്തിന്റെ വിജയമാണ് എന്ന് നാം കരുതിക്കൂടാ. സ്വാതന്ത്ര്യം എന്നത് വ്യക്തിപരവും മൂലധനപരവുമായ സ്വാതന്ത്ര്യമായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ നാനാതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ആധുനികതയ്ക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുകയും ഒരുപക്ഷെ അത് മുമ്പോട്ട് വെച്ച മൂല്യങ്ങളെ അതിനകമേ തന്നെ അത് റദ്ദാക്കുകയോ അതിനോട് എതിരിടുകയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സാർവദേശികതയെക്കുറിച്ച് പറയുകയും കോളനി രാജ്യങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്ത യൂറോപ്പിനെയാണ് 19ാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടത്. നോക്കൂ, മനുഷ്യവംശത്തെക്കുറിച്ച് വലിയ തോതിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ആഫ്രിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ആളുകളെ കച്ചവട വസ്തുക്കളായി കൊണ്ടുവന്ന് യൂറോപ്പിലെ പ്രദർശനശാലകളിൽ അവതരിപ്പിച്ചിരുന്നത്, ജന്തുക്കളെക്കാൾ ഹീനമായി കൈകാര്യം ചെയ്തിരുന്നത്, വിറ്റിരുന്നത്. ഈ യൂറോപ്പ് എൻലൈറ്റൻമെന്റിന്റെ മൂല്യങ്ങൾക്ക് ജന്മം നൽകിയ യൂറോപ്പാണ്. 18ാം നൂറ്റാണ്ടിൽ ജ്ഞാനോദയ മൂല്യങ്ങളുണ്ടായി. ആ മൂല്യങ്ങൾ സർവകലാശാലകളിൽ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അടിമക്കച്ചവടവും നടന്നു. എന്താണ് ജ്ഞാനോദയം, വാട്ട് ഈസ് എൻലൈറ്റൻമെന്റ് എന്ന പ്രബന്ധം എഴുതി അതിന് തത്വശാസ്ത്രപരമായ അടിത്തറ ഒരുക്കിയ ഇമ്മാനുവൽ കാന്റ് തന്നെ ആഫ്രിക്കക്കാർ മനുഷ്യരായി പരിഗണിക്കപ്പെടാൻ യോഗ്യരല്ല എന്നും കരുതിയിരുന്നു. ചരിത്രത്തിന്റെ പരിണാമഗതി വിശദീകരിച്ച ഹെഗലിനെ പോലൊരാൾ ചരിത്രം ഉദിച്ചതും വളർന്നതും അന്തിമമായ ഫലപ്രാപ്തിയിലെത്തിയതും യൂറോപ്പിലാണ്, യൂറോപ്പിൽ പോലും അല്ല, തൻ്റെ പഞ്ചായത്തായ പ്രഷ്യയിലാണ് എന്ന് കരുതിയിരുന്നു. ചൈന നാഗരികതയിലേക്ക്, ചരിത്രത്തിലേക്ക് ആദ്യ ചുവട് വെച്ചു. പക്ഷെ ബാല്യദശ പിൻവലിച്ചിട്ടില്ല. ഇന്ത്യ ആകട്ടെ അതിലേക്ക് പ്രവേശിച്ചിട്ട് പോയില്ല. അതുകൊണ്ട് യൂറോപ്പിന്റെ കൊള്ളയ്ക്ക് സൈദ്ധാന്തികവും തത്വശാസ്ത്രപരവുമായ ന്യായമുണ്ട് എന്ന കാര്യത്തിൽ ഹെഗലിന് സംശയം ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് ഇതും ആധുനികതയായിരുന്നു. ഇതെത്രയും പറയാൻ കേട്ടോ. ഫ്രാൻസിസ് ബേക്കൺ ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളിൽ ആദ്യത്തെ 3 ഘടകങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് വെടിമരുന്നാണ്, മറ്റൊന്ന് വടക്കുനോക്കി യന്ത്രമാണ്, 3 ദൂരദർശിനിയാണ്. ദൂരദർശിനിയും വെടിമരുന്ന് യന്ത്രവും വടക്ക് നോക്കി യന്ത്രവും ആധുനികതയുടെ ആദ്യത്തെ കണ്ടെത്തലുകളായി മനസ്സിലാക്കുന്ന സമയത്ത് നാം ഓർക്കേണ്ടത് ഇത് 3 കൂടി ചേർന്നാണ് കോളനൈസേഷൻ നടന്നത്. ഞാൻ അതിൻ്റെ അർത്ഥം ആധുനിക ശാസ്ത്രം അതിൽ തന്നെ കോളനിയാണ് എന്ന് പറയല്ല, മറിച്ച് പറഞ്ഞതും ഫലിച്ചതും തമ്മിലുള്ള വൈരുദ്ധ്യം പ്രബലമായിരുന്നു. ഈ വൈരുദ്ധ്യത്തിനുള്ളിൽ കടന്നിട്ടാണ് മാർക്സ് പറയുന്ന ഒരു വാക്യം വരുന്നത്, ബൂർഷ്വാസി സ്വന്തം മാതൃകയിലാണ് ലോകം നിർമ്മിക്കുന്നത്. അത് മനുഷ്യവംശം എന്ന് പറയുമെങ്കിലും ആ മനുഷ്യവംശത്തിൽ വാസ്തവത്തിൽ ബൂർഷ്വാ മനുഷ്യരേ ഉള്ളൂ. അത് ലോക നാഗരികത. മാർക്സിന്റെ തന്നെ പ്രസിദ്ധമായ മറ്റൊരു വാക്യമുണ്ട്, വേൾഡ് ഹിസ്റ്ററി ഹാസ് നെവർ എക്സിസ്റ്റഡ്, ഹിസ്റ്ററി ഹാസ് വേൾഡ് ഹിസ്റ്ററി എ റിസൾട്ട്. ലോക ചരിത്രം എന്നൊന്ന് ഒരിക്കലും നിലനിന്നില്ല, ഉള്ള ചരിത്രം ലോക ചരിത്രമായി എന്നതാണ് ഫലം. ഉള്ള ചരിത്രം ഏതായിരുന്നു? ഉള്ളവരുടെ ചരിത്രമായിരുന്നു.
ഇത് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ആധുനിക ലോകം എന്ന് പറയുന്നതിൽ ഈ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുകയും ഈ വൈരുദ്ധ്യത്തെ അക്കാലത്ത് തന്നെ ചിലരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങുകയും ചെയ്തിരുന്നു എന്നുകൂടി നാം ഗാന്ധിയും ആധുനികതയും തമ്മിലുള്ള വിനിമയങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലം ഞാൻ ഇത്രയും പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധുനികത എന്ന വാക്ക് നമുക്കൊക്കെ വളരെ പരിചിതമാണ്, നമുക്കൊക്കെ അറിയാവുന്ന, നമ്മൾ സാധാരണ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അറിഞ്ഞതിനേക്കാൾ ആഴത്തിൽ അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഗാന്ധി എന്ന വ്യക്തിയിലേക്കും അദ്ദേഹം ആധുനികതയോട് പുലർത്തിയ സംവാദ ബന്ധങ്ങളെ കുറിച്ചും ചില കാര്യങ്ങൾ പറയാം. ഗാന്ധി സ്വയമേവ ആധുനികതയ്ക്കുള്ളിൽ ജീവിച്ച ഒരാളാണ്. രാജ്കോട്ടിൽ അദ്ദേഹം, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലൊക്കെ അദ്ദേഹം വിദ്യാഭ്യാസം നേടി. ആ വിദ്യാഭ്യാസം ഒന്നാം തരം ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആവാനുള്ള പരിശീലനമായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് അറിയാം. അദ്ദേഹം നന്നായി ഇംഗ്ലീഷ് പഠിച്ചു, അദ്ദേഹം നന്നായി വക്കീൽ പരീക്ഷ പാസ്സായി, അദ്ദേഹം പാശ്ചാത്യ സമ്പ്രദായങ്ങൾ പരിശീലിക്കുന്നു. സായാഹ്ന സവാരിക്ക് ഇറങ്ങുമ്പോൾ ധരിക്കാനായിട്ട് ഈവനിങ് കോട്ട് തയ്പ്പിക്കുകയും അത് ധരിച്ച് ഈവനിങ് വാക്കിന് പോവുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. വെസ്റ്റേൺ മാതൃകയിൽ പാശ്ചാത്യ രീതിയിൽ വയലിൻ വായിക്കാൻ പഠിച്ച ആളായിരുന്നു അദ്ദേഹം വെസ്റ്റേൺ ഡാൻസ് പഠിച്ച ആളായിരുന്നു. ഒരുപക്ഷെ ഗാന്ധിയെക്കുറിച്ച് ആലോചിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റതാണ്. ഗാന്ധിക്ക് വെസ്റ്റേൺ ഡാൻസ് അറിയായിരുന്നു, അതും പഠിച്ച ഒരാളായിരുന്നു ഗാന്ധിജി. അങ്ങനെ പാശ്ചാത്യ രീതികളോടും അതിൻ്റെ മൂല്യവ്യവസ്ഥയോടും ഞാൻ ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന് സംസ്കൃതം അറിയാനേ വയ്യ. ജീവിതകാലത്ത് അദ്ദേഹം സംസ്കൃതം ആഴത്തിൽ പഠിച്ചിട്ടേ ഇല്ല. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെല്ലുന്ന കാലത്ത് അദ്ദേഹം ഇന്ത്യയിലെ ഒരു മതഗ്രന്ഥവും വായിച്ചിട്ടില്ല, ഒരു ഇതിഹാസ ഗ്രന്ഥവും വായിച്ചിട്ടില്ല. ഇംഗ്ലീഷിലെ തിയോസഫിസ്റ്റുകളായ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഗാന്ധി ആദ്യം ഭഗവത്ഗീത പോലും വായിക്കുന്നത്. അത് ഇംഗ്ലീഷിലാണ് വായിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശതാബ്ദിക്ക് 1789 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശതാബ്ദി 1889 പാരീസിൽ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് പാരീസിൽ എത്തിയ ഒരാളാണ് ഈ ഗാന്ധി. അങ്ങനെ ആധുനികതയോട് വലിയ ബന്ധം പുലർത്തിയ ആളാണ്. ഈ കാലത്ത് അദ്ദേഹം വെജിറ്റേറിയനിസവുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നതൊഴിച്ചാൽ ഒരുപക്ഷെ പാശ്ചാത്യ ആധുനികതയുടെ മൂല്യങ്ങളോട് പൊതുവിൽ അദ്ദേഹം അങ്ങനെ വലിയ വിയോജിപ്പൊന്നും വച്ച് പുലർത്തുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഗാന്ധി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചിന്താ പാരമ്പര്യമായി ബന്ധപ്പെടുന്നത്. തോറോയും എമേഴ്സണും ടോൾസ്റ്റോയും റസ്കിനും ഒക്കെ ഉൾപ്പെടുന്ന, കാർപ്പൻറ്ററും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ചിന്താ പാരമ്പര്യവുമായി ബന്ധപ്പെടുകയും അവരുയർത്തുന്ന ഈ വ്യാവസായിക നാഗരികതയോടുള്ള വിമർശനങ്ങളെ അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിൽ തന്നെ അദ്ദേഹം ജോൺ റസ്കിനെയും ടോൾസ്റ്റോയിയെയും വളരെ ആഴത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ ഗാന്ധിയുടെ രണ്ട് പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് ജോൺ റസ്കിനാണ്. റസ്കിൻ്റെ അൺ ടു ദിസ് ലാസ്റ്റ് എന്ന ഗ്രന്ഥം അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഗുജറാത്തി ഭാഷയിലേക്ക് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ്. ടോൾസ്റ്റോയിൽ നിന്നാണ് അദ്ദേഹം തൊഴിലിന്റെ അന്തസ്സ് എന്ന് പറയുന്ന ഒരു ആശയത്തെ കണ്ടെടുത്തത്. ഗാന്ധിയുടെ ഒരു പ്രത്യേകത, പ്രൊഫസർ ഇർഫാൻ ഹബീബ് പിന്നെ ഗാന്ധിയെ കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്ന കാര്യം, ഇങ്ങനെ തനിക്ക് കൈവന്ന മൂല്യങ്ങളൊക്കെ അഥവാ പാശ്ചാത്യ വ്യാവസായിക നാഗരികതയോടുള്ള വിമർശനാത്മക മൂല്യങ്ങൾ എന്ന നിലയ്ക്ക് പാശ്ചാത്യ ആധുനികതയ്ക്കുള്ളിൽ തന്നെ വികസിച്ചു വന്ന ലിബറൽ മൂല്യങ്ങളെ ഗാന്ധിജി പക്ഷേ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ പാരമ്പര്യങ്ങൾ എന്ന നിലയ്ക്കാണ്. ഇപ്പൊ ഭഗവത്ഗീത ഗാന്ധി വായിക്കുന്നു. ഭഗവത്ഗീത വായിച്ചിട്ട് ഗാന്ധിജി അതിൽ കണ്ടെത്തുന്നത് ഒന്ന് അഹിംസയാണ്, മറ്റൊന്ന് സത്യബോധമാണ്, തൊഴിലിന്റെ അന്തസ്സാണ്. ഇർഫാൻ അതേക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വാക്യം, ഗീതയിൽ ഇല്ലാത്തതെല്ലാം ഗാന്ധി ഗീതയിൽ കണ്ടുപിടിച്ചു എന്നാണ്. ഇപ്പോ ഭഗവത്ഗീത നോക്കിയാൽ അറിയാമല്ലോ, യുദ്ധം വേണ്ടാന്ന് വെച്ച് നിർത്തിപ്പോയി ഒരാളെ തിരിച്ചുകൊണ്ട് വന്ന് ഈ കണ്ട യുദ്ധം മുഴുവൻ ജയിച്ചതാണ് ഭഗവത്ഗീത. അത് അഹിംസയാണ് എന്ന് ഗാന്ധി കരുതുന്നു. 18-ാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് കൃഷ്ണൻ പറയുന്ന ഒരു കാര്യം, നീ എത്ര നന്നായി പരധർമ്മം അനുഷ്ഠിച്ചാലും അതിനേക്കാൾ എത്രയോ മികച്ചത് ഏറ്റവും മോശമായി ചെയ്യുന്ന സ്വധർമ്മമാണ്. ഈ ധർമ്മം എന്ന് കേട്ട് വ്യാകുലപ്പെടരുത്, ജാതി എന്നാണ് അതിൻ്റെ അർത്ഥം. ജാതിധർമ്മം, അതായത് നിന്റെ കുലത്തിന് നിന്റെ ജാതിക്ക് വിധിച്ചിട്ടുള്ള ധർമ്മം എന്തോ അതെത്ര മോശമായി അനുഷ്ഠിച്ചാലും എത്ര മികവോടെയും മറ്റൊരു ജാതിയുടെ ധർമ്മം അനുഷ്ഠിക്കുന്നതിനേക്കാൾ നല്ലത് സ്വധർമ്മം, സ്വജാതി ധർമ്മം അനുഷ്ഠിക്കലാണ് എന്ന് ഗീത പറഞ്ഞുറപ്പിക്കുന്നുണ്ട്. 18-ാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് അതുണ്ട്. ഇതെല്ലാം വായിച്ചതിന് ശേഷം പക്ഷെ ഗാന്ധി കരുതിയത് തൊഴിലിന്റെ അന്തസ്സിനെ കുറിച്ച്, മനുഷ്യർക്കിടയിലുള്ള സമത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന അഹിംസയെ കുറിച്ച് ഗീത പറയുന്നുണ്ട് എന്നുള്ളതാണ്.
വാസ്തവത്തിൽ ഗാന്ധിജി അവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിജി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താൻ ഉൾക്കൊണ്ട വിമർശനാത്മക മൂല്യങ്ങളെയും ഇന്ത്യൻ പാരമ്പര്യമെന്ന് താൻ കരുതുന്ന ആശയങ്ങളെയും കൂട്ടിയിണക്കുകയും, ഇർഫാൻ ഹബീബിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ പാരമ്പര്യത്തിന്റെ പരിവേഷത്തിനുള്ളിൽ ആധുനികതയുടെ മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയുമാണ് ഗാന്ധിജി ചെയ്യുന്നത്. ഇതാണ് ഗാന്ധിയുടെ ഒരു വൈരുദ്ധ്യാത്മകത. ഗാന്ധിജിയുടെ പദാവലി പാരമ്പര്യത്തിൻ്റെതാണ്, ഗാന്ധിജി ഉന്നയിക്കുന്ന മൂല്യം ആധുനികതയുടേതാണ്. മനുഷ്യർ തുല്യരാണ് എന്ന് ഗാന്ധിജി ഉറപ്പിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ അക്രമം സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു. നോക്കൂ, അഹിംസ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പാരമ്പര്യമൊന്നുമല്ല. സമീപകാലത്ത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരി അത് വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മുടെ മൻമോഹൻ സിംഗിന്റെ മകൾ കൂടിയായിട്ടുള്ള ഒരു പേര് ഞാൻ പറഞ്ഞു, വയലൻസ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന പേരിൽ ഗംഭീരമായൊരു പഠനമാണ്. ആ പഠനത്തിൽ അവർ പറയുന്നത് ഇന്ത്യയുടെ ഭൂതകാല പാരമ്പര്യം അഹിംസയുടെ ഒന്നുമല്ല, പക്ഷെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം അഹിംസയെ നമ്മളൊരു ആദർശമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും രാഷ്ട്രത്തിന്റെ ഒരു സവിശേഷ പാരമ്പര്യം അതാണെന്ന് പറഞ്ഞുറപ്പിക്കുകയും ചെയ്യുന്നു. അതിന്റെ വഴി തുറക്കുന്നത് ഗാന്ധിജിയാണ്. അങ്ങനെ ഗാന്ധിജി അഹിംസ ഇന്ത്യൻ ഭൂതകാലത്തിലെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് എന്ന് കണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഗാന്ധിയുടെ ആധുനികതാ വിമർശനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചരിത്രം എന്ന ജ്ഞാനശാഖയോട് ഗാന്ധിജിക്കുണ്ടായിരുന്ന വിയോജിപ്പാണ്. ചരിത്രത്തോട് വലിയ, ഇംഗ്ലീഷുകാരെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധി ഒരിക്കൽ പറയുന്നുണ്ട്, ദേ ഹാവ് എ ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി എന്നാണ്. ചരിത്രം എഴുതുക എന്ന് പറയുന്ന ഒരു സൂക്കേട് അവർക്കുണ്ട് എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനമൊക്കെ വികസിച്ചു വന്ന സമയത്ത് ദേശീയവാദികൾ നേരിട്ട പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ചരിത്രമില്ല, അഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയാണ്, ചരിത്രത്തിന് പകരം മിത്തും അന്ധവിശ്വാസങ്ങളും ഒക്കെയാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് ചരിത്രശൂന്യരായ ജനത, ഭൂതകാല ബോധമില്ലാത്ത ജനത, യുക്തിബോധമില്ലാത്തവരാണ് എന്ന വലിയ ആക്ഷേപം 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ ഇമ്പീരിയലിസ്റ്റ് ചരിത്രകാരന്മാർ വലിയ തോതിൽ ഉയർത്തിയിരുന്നു. ദേശീയവാദികൾ ഈ ചരിത്രത്തിൽ, ഈ ആക്രമണത്തെ നേരിടാൻ വേണ്ടിയിട്ട് പല പരിശ്രമങ്ങൾ നടത്തുകയും ചിലപ്പോൾ ഇല്ലാ കഥകൾ ചമച്ചുണ്ടാക്കുകയും, ഇപ്പോ എന്താ പറയുക, KP ജയ്സ്വാൾ എന്ന് പറയുന്ന വലിയ പണ്ഡിതനാണ് കേട്ടോ. അദ്ദേഹം കൽക്കട്ട സർവകലാശാലയുടെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് VC പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളൊക്കെയാണ്. KP ജയ്സ്വാള് ഒരു ബൗദ്ധ കൃതിയുണ്ട്, മഞ്ജുശ്രീ മൂലകൽപ്പം എന്ന ഒരു കൃതി. ആ കൃതിക്ക് ഒരു പരിഭാഷ ഉണ്ടാക്കിയിട്ട് മൂപ്പര് അതിനിട്ട പേര് ആൻ ഇമ്പീരിയൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പം അദ്ദേഹമൊക്കെ വാദിക്കുന്നത് എന്താ വെച്ചാൽ, വേദങ്ങളിൽ പറയുന്ന സഭകൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്ററി സംവിധാനത്തിന് തുല്യമാണ്, മന്ത്രി പരിഷത്തുകൾ എന്ന് പറയുന്നത് പ്രിവി കൗൺസിലുകൾക്ക് തുല്യമാണ് എന്നൊക്കെ വാദിച്ച് ചരിത്രത്തെ ഇങ്ങനെ ഭൂതകാലത്തിൽ നിന്നുണ്ടാക്കിയെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഈ ദേശീയവാദികളായ ചരിത്രകാരന്മാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ 6 മാസം ജയിലിൽ കിടന്ന ഒരു ചരിത്ര പുസ്തകം ഉറപ്പാണ്, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചരിത്ര പുസ്തകം വരും. കാരണം ഈ ചരിത്രം ഉണ്ടാക്കിയാണ് നിങ്ങൾക്ക് ഈ ആധികാരികത സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ചരിത്രം എഴുതിക്കൊണ്ടേയിരിക്കണം. ഗാന്ധിജി പറഞ്ഞൊരു വാക്യം എന്താണെന്ന് വെച്ചാൽ, ചരിത്രമില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു കുറവല്ല, ഇന്ത്യയുടെ മികവാണ്. പിന്നൊരു വാക്യം, ഒരുപക്ഷെ ഒരു 90 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്യം ഗാന്ധി അന്ന് പറയുന്നുണ്ട്, ചരിത്രം എന്നത് ആണുങ്ങളുടെയും അധികാരത്തിന്റെയും ലോകമാണ്. ഫെമിനിസം ഒന്നും അന്ന് വന്നിട്ടില്ല കേട്ടോ, പക്ഷെ ഗാന്ധി പറയുന്നുണ്ട് ഇത് ആണുങ്ങളുടെ ഒരു ഏർപ്പാടാണ്, അധികാരത്തിന്റെ ഏർപ്പാടാണ്. അതില്ല എന്നുള്ളതൊരു കുറവല്ല, ഗുണമായിട്ട് എടുക്കണം.